ഹായ്, ഹലോ. ഇന്നത്തെ 10th മീൻസ് എക്സാമിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എക്സാമിനേഷൻ ഉള്ളവരെല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് കരുതുന്നു. അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2, അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ, ഇത്രയും തസ്തികകളിലേക്കുള്ള മെയിൻ എക്സാമിനേഷൻ കമ്പൈൻഡ് ആയിട്ടായിരുന്നു PSC നടത്തിയിരുന്നത്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. എ കോഡാണ്, ചോദ്യപുസ്തക അക്ഷരക്കോഡ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന എ കോഡാണ്. അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ ഉപയോഗിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയില് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷാമലാണ്. ബറൌട്ട് പർഗാനയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമലാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത്, പിൻതീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ്. ക്രിപ്സ് മിഷനെയാണ് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഏതിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. മൂന്നാമത്തേത്, മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. സംക്ഷേപ വേദാർത്ഥം പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംക്ഷേപ വേദാർത്ഥമാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ചൗരി ചൗര സംഭവമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്ന ഒരു മലയാളിയായിരുന്നു അല്ലെ. നമുക്കറിയാം, സർ സി ശങ്കരൻ നായരാണ്. ഓപ്ഷൻ ബി ആണ്. ചേട്ടൂർ ശങ്കരൻ നായരായിരുന്നു 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അടുത്ത കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ആറാമത്തെ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ഫ്രാൻസ് താരമായ ഉസ്മാൻ ഡെംബലയാണ്. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് ബാലൻഡിയോർ പുരസ്കാരം നിങ്ങൾക്കറിയാലോ. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരനാണ് ഉസ്മാൻ ഡെംബാലെ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസ്താവനാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവനാ തരത്തിലുള്ള ക്വസ്റ്റ്യനില് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തത്, ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെ പ്രസ്താവനകളാണ്? ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയുള്ള നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSനും അതുപോലെ തന്നെ ബെപ്കോ LDCക്കൊക്കെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ബാക്കിയുള്ളവരും കൂടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതല്ല? എട്ടാമത്തതാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നോ രണ്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻസർ എഴുതാൻ പറ്റും. ഒന്നാമത്തത്, ചമ്പലിന് നേർക്ക് ബനാസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ, കൃഷ്ണയ്ക്ക് നേർക്ക് ഇന്ദ്രാവതിയും. മൂന്നാമത്തെ, ഗോദാവരിക്ക് നേർക്ക് കൊയ്നയും. നാലാമത്തെ, കാവേരിക്ക് നേർക്ക് കബനിയും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചമ്പൽ എന്തായാലും എന്താണ്? ബനാസ് ആണെന്നറിയാം. ചമ്പൽ എന്ന് പറയുന്നത് ബനാസ് ആണെന്നറിയാം. അതുപോലെ തന്നെ പിന്നീട് എന്താണ്? കൃഷ്ണയ്ക്ക് നേർക്ക് ഇന്ദ്രാവതിയാണോ? അല്ല. അപ്പൊ ഇവിടെ വരുന്നത് ഗോദാവരിക്ക് നേർക്ക് കൊയ്ന ആണോ? കാവേരി കബനിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഒന്ന് പറഞ്ഞേ.
അപ്പോൾ എട്ടാമത്തതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്, അതായത് ചമ്പൽ, ബനാസ്, കാവേരി, കബനി 1ഉം 4ഉമാണ് എട്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എന്ന് പറയുന്നത്, 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എ ആണ്, ഓപ്ഷൻ ഈ. തിര ആവൃത്തിയാണ് ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണത്തെ തിര ആവൃത്തി എന്നാണ് പറയുന്നത്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രസ്താവന തരത്തിലുള്ളതാണ്. ഉപദ്വീപീയ, ഒന്നാമത്തെ പ്രസ്താവന, ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. മൂന്നാമത്തെ പ്രസ്താവന, ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. മൂന്നാമത്തേത്, ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തി ഗിർ മലനിരകളാണ്. നമുക്കിനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1 ക്വസ്റ്റ്യൻ തന്നത്. യഥാർത്ഥത്തിൽ 1980 വയനാട് ജില്ല 1980 നവംബർ 1 രൂപീകൃതമാകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തത്, വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1980 വയനാട് രൂപീകൃതമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 11ന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2050 നമ്മുടെ ചാനൽ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായി അങ്കൻ ജ്യോതി പദ്ധതി. എന്താണ് അങ്കൻ ജ്യോതി പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കാനുള്ള പദ്ധതിയാണ് അങ്കൻ ജ്യോതി പദ്ധതി. പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണ് ചിറ്റൂർ. ചിറ്റൂരത്തെ ഇപ്പോഴത്തെ MLA ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ആരാണ്? സുമേഷ് അച്യുതനാണ്, അത് നിങ്ങൾക്കറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തത്, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 13ാമത്തത്, പൊതുമേഖലയും സ്വകാര്യ മേഖലയുമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ ബി ആണ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയുമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഓപ്ഷൻ ഡി ആണ്, എല്ലാം വരും. ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ എല്ലാം വരും. ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വ്യക്തികൾ, ബി ജലസേചനം, അതുപോലെ തന്നെ രാസവള പ്രയോഗം, ഇതെല്ലാം വരുന്നതാണ് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? നിങ്ങൾക്കെല്ലാം അറിയാം, പഴയ സോവിയറ്റ് യൂണിയനായ റഷ്യയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആൾക്കാരും ഏർപ്പെട്ടിരിക്കുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ പറയുന്നതിൽ സാമ്പത്തിക വികസനത്തിന്റെ അളവുകോൽ ഏതെന്നാണ്? സാമ്പത്തിക വികസനത്തിന്റെ അളവുകോലാണ് നമുക്ക് ഓർത്തിരിക്കണം, പ്രതിശീർഷ വരുമാനമാണ്. അല്ലാതെ GDP, NNPയും GNP ഒന്നും അല്ല. പ്രതിശീർഷ വരുമാനമാണ് സാമ്പത്തിക വികസനത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്ത നികുതിയാണ് ചോദിച്ചിരിക്കുന്നത്. തൊഴിൽ നികുതിയാണ് കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്തത്. വരുമാന നികുതിയും കസ്റ്റംസ് തീരുവയും എക്സൈസ് ഡ്യൂട്ടിയൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ
ചോദനം അതിന്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് തെറ്റിക്കാണാം, അല്ലെങ്കിൽ ചിലർ സ്കിപ്പ് ചെയ്താണ്. JB-Say ആണ്, ഇത് ഞാൻ ചാനലിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. JB-Say ആണ് ചോദനം അതിന്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത്. JB-Say ആണ് പറഞ്ഞത് ചോദനം അതിന്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതാനായിട്ടാണ്. ഒന്നാമത്തത് A സാക്കിർ ഹുസൈൻ തന്നിട്ടുണ്ട്, B സർവേപ്പള്ളി രാധാകൃഷ്ണൻ, C രാജേന്ദ്ര പ്രസാദ്, D VV ഗിരി എന്നിങ്ങനെ തന്നിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആദ്യം വരുന്ന ആളെന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് S രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. മൂന്നാമത് VV ഗിരിയും, മൂന്നാമത് സാക്കിർ ഹുസൈനും, നാലാമത് VV ഗിരിയുമാണ് വരുന്നത്. മൂന്നാമത് സാക്കിർ ഹുസൈനും നാലാമത് VV ഗിരിയുമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 20ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ആ ചേരുംപടി ചേർക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അംഗത്തിന്റെ കാലാവധി 6 വർഷം വരുന്നത് രാജ്യസഭയിലെ അംഗത്തിന്റെ കാലാവധിയാണ് 6 വർഷം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 1B വരുന്നത് നോക്കണം. 1B വരുന്ന 3 എണ്ണം ഉണ്ട് അല്ലേ, അത് പോട്ടെ. അപ്പൊ ധനകാര്യ ബിൽ ആദ്യം അവതരിപ്പിക്കുന്ന സഭ നിങ്ങൾക്കറിയാം ലോക്സഭയാണ്. 2C വരുന്നത് നോക്കണം. അപ്പോൾ 2C വരുന്നത് 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. 3ന് നേർക്ക് വരുന്നത് A ആണ്. കൗൺസിൽ ഓഫ് ലോക്സഭ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ്. 4A വരുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള 21ാമത്തെ ക്വസ്റ്റ്യന്റെ ശരി അതാണോ? ഓപ്ഷൻ C ആണോ ഓപ്ഷൻ D ആണോ? ഒന്ന് നോക്കേ. അപ്പൊ ഇതിനെ 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ D ആണ് അല്ലെ. 1B ആണ് വരുന്നത്. അംഗത്തിന്റെ കാലാവധി 6 വർഷം വരുന്ന രാജ്യസഭ. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ വരുന്നത് ലോക്സഭയാണ്. അതുപോലെ തന്നെ 3 രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. 3A ആണ്. 4ാമത്തേത് ലോക്സഭ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ്. അപ്പോൾ വരുന്ന ഓപ്ഷൻ D ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്നാണ് ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏതൊരു ഓപ്ഷൻ A ആണ്. 58 ആണ്. വകുപ്പ് 58 ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 58. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ പെടാത്തത് ഏതൊക്കെയെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ പെടാത്തത് ഏതെന്നാണ്. ഇതിനകത്ത് പെടാത്തത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് C ഉള്ളിയാണ്. വായിക്കുമ്പോൾ തന്നെ അറിയാം, ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുപോലെ തന്നെ ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. 3ാമത്തത് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം. 4ാമത്തെ ജഡ്ജിമാരുടെ കാലാവധി ഉറപ്പ് നൽകുന്നു. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, കൊളീജിയം ആണല്ലേ ജഡ്ജിമാരെയൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പെടാത്തത് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ഓപ്ഷൻ C ആണ്. ഓക്കെ അല്ലേ, 3 ഉള്ളി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നറിയാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് ആരാണെന്നാണ്. ഇതിനകത്ത് ഓപ്ഷൻ D ആണ്. ഇവരാരുമല്ല എന്നുള്ളത് ദ്രൗപദി മുർമു, രാജ്നാഥ് സിംഗ്, ജനറൽ അനിൽ ചൗഹാൻ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥ നരേന്ദ്രമോദിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ഓപ്ഷൻ D ആണ്, ഇവരിൽ ആരുമല്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഇവിടെ ഏതാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ 91ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം A വരുന്നത് Aയുടെ ചേർന്ന് വരുന്നത് 3ാമത്താണ് അല്ലെ. മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആണ് 91ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് നിങ്ങൾക്കറിയാം. അടുത്തത്
74-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് ബി വരെ ചേർക്കേണ്ടത് നമ്മൾ ഒന്നുമായിട്ടാണ്. അടുത്തത് 86-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയതാണ് 86-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. അടുത്തത് 42-ാം ഭരണഘടനാ ഭേദഗതി നിങ്ങൾക്കറിയാം, ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കി എന്നുള്ളത്, അതായത് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് കറണ്ട് അഫേഴ്സ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവയിൽ ആരാണെന്നുള്ളതാണ്. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ആര്? അജിത് ഡോവലാണ്, വിട്ടുപോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഭരണഘടനയുടെ 243 കെ വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ 1 വരുന്ന ഏതൊക്കെയാണ്? 2 എയും സിയുമാണ്. അപ്പൊ അതിനകത്ത് അത് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ അറിയാം, ഭരണഘടനയുടെ 243 കെ വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ബി, സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം സംസ്ഥാന നിയമസഭയിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് മേൽനോട്ടം ആര് വഹിക്കുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ 3 എന്താണ്? ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലുമല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധിക്ക് മുമ്പായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. മൂന്നാമത്തത് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് 1ഉം 2ഉം കാണുമ്പോൾ അതിനകത്ത് എഴുതാൻ പറ്റും. ഓപ്ഷൻ ഏതാണ് അപ്പോൾ വരുന്നത്? ശരിയായിട്ടുള്ളത് സി ആണ്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ 28ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് വരുന്നത് കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നുള്ളത്. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും സജീവമാക്കുന്നതിനും വേണ്ടി ഇത് രൂപീകൃതമായി. 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തത് തെറ്റാണ്. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാനാണ് ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നാണ് തന്നത്. തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരിയായിട്ട് ഉള്ളത്. അടുത്തത് നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നുള്ളതാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കുന്നത് നിയുക്തമായിരിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. കേരളത്തിൽ ഇതുവരെ 7ാം ധനകാര്യ കമ്മീഷൻ അല്ലെ. ഇപ്പോഴത്തെ കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നാമത്തേത് പ്രസ്താവന 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. കുറേയധികം സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ചോദിച്ചതാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരുന്നത് ഏത് വരും? ഓപ്ഷൻ സി ആണ്. 30ാമത്തതിന്റെ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം പ്രസ്താവന മാത്രം എന്താണ്? ഓപ്ഷൻ സി ആണോ? ഒന്നുകൂടെ നോക്കി. ഓപ്ഷൻ സി ആണോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് എന്ന തെറ്റായ പ്രസ്താവന. 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായെന്നാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ. അതോറിറ്റി 2017 എന്ത് ചെയ്യുന്നത്? ഈ നിയമങ്ങളെ പുറപ്പെടുവിക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ പരിസ്ഥിതി വനമാണ്ട് കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിലെ വിജ്ഞാപന നമ്പർ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ സംയോജിത പരിപാലനത്തിനായി എന്ത് ചെയ്യുന്നുണ്ട്?
തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും നിയമങ്ങൾ 2017 പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, ഇതിനകത്ത് വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ആണ് വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം പ്രസ്താവനകളാണ് തെറ്റെന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രസ്താവന ശരിയുമാണ്. പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് 30ന്റെ ഉത്തരം 1ഉം 2ഉമാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ തെറ്റാണ്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നിങ്ങൾക്കറിയാം സംസ്ഥാന ഗവർണർ ആണെന്ന്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ബാക്കി നോക്കിയേ, 1 ശരിയാണ്. ബാക്കി അതിൻ്റെ കൂടെ വരുന്നത് ഇവിടെ 1 തെറ്റാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണ്, 1 മാത്രം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം 2ഉം 3ഉം മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് ഓപ്ഷൻ എ ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന്റെ കാലാവധിയായ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ പദവിയിൽ തുടരാവുന്നതെന്നുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുൻപായി പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 32. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നുള്ളതാണ്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നുള്ളതാണ്. വയോജനക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്നു പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായ ഗ്ലൂക്കോമീറ്റർ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകളാണ് അതിനകത്ത് ശരിയായിട്ട് വരുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹിക നീതി വകുപ്പ് ലക്ഷ്യമാണ്. അപ്പോൾ ഇവിടെ 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയെന്നുള്ളതാണ് 32ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 33ാമത്തെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏത് എന്നാണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. അത് ശരിയാണ്. അതുമാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന. 33ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1ാമത്തെ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് 33. ബാക്കി 2ഉം തെറ്റാണ്. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്ക് കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയുടെ പേര് നവജീവൻ എന്നുള്ളത് തെറ്റാണ്. സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം 50 വയസ്സിന് മുകളിൽ മെച്ചപ്പെട്ട അശരണായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പായത്. 2ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 34ാമത്തെ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. അതുപോലെ കോശം കണ്ടുപിടിച്ചതാര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. റോബർട്ട് ഹൂക്കാണ് കോശം കണ്ടുപിടിച്ചത്. റോബർട്ട് ഹൂക്കാണ്. അടുത്തത് പഴയീച്ച. നമ്മുടെ പഴങ്ങളിലൊക്കെ വന്നിട്ട് ഫ്രൂട്ട് ഫ്ലൈ ഉണ്ടല്ലോ, അതിനകത്ത് വന്നിരിക്കുന്ന പഴയീച്ചയെ കുറിച്ചാണ്. അപ്പോൾ ആ പഴയീച്ച എന്നറിയപ്പെടുന്നത് ഡ്രോസോഫിലയാണ്. 36ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പഴയീച്ച ഡ്രോസോഫിലയാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ 37ാമത്തത് ഓപ്ഷൻ എന്താണ്? ബി ആണ്. സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി.
ലോക ഡയബറ്റിക് ദിനമായിട്ട്, ലോക പ്രമേഹ ദിനമായിട്ട് ഡയബറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്ന നവംബർ 14 അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നാരങ്ങ, നെല്ലിക്കയിൽ, അത് എളുപ്പമാണ് അല്ലെ, തുടങ്ങിയവയിൽ കാണപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ സി ആണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്, നമ്മുടെ ചാനൽ വഴിയും സംപ്രേഷണം ചെയ്തതാണ്. ഈ അടുത്ത ദിവസങ്ങൾ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രിയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒഡിങ്ങയാണ് എന്ത് ചെയ്തത്, കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 41ാമത് അടുത്ത ലോകകപ്പ്. അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അടുത്ത ലോകകപ്പ് എന്ന് പറയുമ്പോൾ ഏതെന്ന് പറയുന്നില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം, പക്ഷെ ഫുട്ബോൾ ലോകകപ്പാണ് ആൻസർ കീയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് 2026 നടക്കുന്നത്. 41ന്റെ ആൻസർ സി ആണ്. അടുത്ത 42ാമത് ഒരു പഴത്തിലടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ ആണ്. അത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? ഇവിടെ 2 ടൈപ്പ് കലോറി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിലോ കലോറിയാണ് ഇവിടെ ഉത്തരം വരുന്നത്. 42ന് 200 കിലോ കലോറി, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ. 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എത്രയായിരിക്കും എന്നാണ്. അതിനകത്ത് -5 ഡയോപ്റ്റർ ആണ്. -5 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് -5 D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയ പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രസ്താവന ശബ്ദവും പ്രകാശവും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. രണ്ടാമത്തെ പ്രസ്താവന ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. മൂന്നാമത്തെ പ്രസ്താവന പ്രകാശം അനുദൈർഘ്യ തരംഗവും ശബ്ദം അനുപ്രസ്ഥ തരംഗവുമാണ്. നാലാമത്തെ പ്രസ്താവന പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി, അപ്പൊ ഈ 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഉത്തരം ബി ആണ് ഇവിടെ വരുന്നത്. 2ഉം 4ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. എന്താണ്? ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്. അതുപോലെ പ്രകാശം വൈദ്യുത കാന്തിക തരംഗം കൂടിയാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന നമ്മുടെ പാമ്പൻ പാലവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് 45ാമത്തെ. അതിന്റെ ഉത്തരം എന്താണ്? എല്ലാ പ്രസ്താവനകളും ശരിയെന്നുള്ള ഓപ്ഷൻ ബി ആണ്. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2026 ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞ അറ്റൻഡർ ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻസിന്റെ എക്സാം കഴിഞ്ഞ വീക്കിൽ കഴിഞ്ഞാൽ അതിനകത്തും ഇതിന്റെ യുവജന ഉച്ചകോടി ചോദിച്ചത് 2025 ബ്രിക്സിന്റെ യുവജന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം. അപ്പോൾ ഇവിടെ 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓപ്ഷൻ സി ആണ്. യുവജന ഉച്ചകോടിയും ഇന്ത്യയിൽ തന്നെയാണ് 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ 46ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ 47ാമത്തെ ക്വസ്റ്റ്യൻ. STPയിലെ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തമാണ് ചോദിക്കുന്നത്. 22.4 ലിറ്റർ ആണ് STPയിലെ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. 22.4 ലിറ്റർ ഓപ്ഷൻ സി ആണ്. അടുത്തത് 48 കപട സംക്രമണ മൂലകം ഏതെന്നുള്ളതാണ്. 48ാമത്തെ സിങ്ക് ആണ് കപട സംക്രമണം മൂലകം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ കലാമിൻ, സിങ്ക് കേട്ടിട്ടില്ലേ? കലാമ് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. 49ന്റെ ഉത്തരം സിങ്ക് ആണ്. ഓപ്ഷൻ എ ആണ്. കലാമിൻ സിങ്കിന്റെ അയിരാണ്. 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ലോക കാലാവസ്ഥാ ദിനം നമ്മൾ വനജയുടെ കാലിൽ എന്ന ക്ഷയം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിന് ലോക കാലാവസ്ഥാ ദിനം വരുന്നത് എന്നാണ് മാർച്ച് 23 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് എന്താണ് ലോക കാലാവസ്ഥാ ദിനം എന്ന് പറയുന്നത്. 50ന്റെ ഉത്തരം. അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. 51ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 23 ഓഗസ്റ്റ് 2023 ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ. ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയതെന്ന് വെച്ചാൽ ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയതാണ് ചിന്നത്തമ്പി അണ്ണാവി എന്ന് പറയുന്നത്. ഏതുമായിട്ട്? ചവിട്ട് നാടകവുമായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ
ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ചോദിച്ചിരിക്കുന്നത്. 53-ാമത്തെ ഉത്തരം CK ലക്ഷ്മൺ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. CK ലക്ഷ്മൺ. 54 അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലുള്ളതെന്നാണ് നിങ്ങൾക്കറിയാം, എല്ലാം കേട്ടിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന മലയാള നോവലിലുള്ളതാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം? പത്തനംതിട്ട ജില്ലയിലാണ്. ഓപ്ഷൻ സി ആണ് 55-ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത്. 56-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 56-ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, തന്തപ്പേരാണ്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 57-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മച്ചാട്ടിളയത് ഏത് സാഹിത്യശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ള? ഓപ്ഷൻ ബി ആണ്, തിരുവാതിരപ്പാട്ടിലാണ് മച്ചാട്ടിളയത് പ്രസിദ്ധി നേടിയിട്ടുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുങ്ങല്ലൂരാണെന്ന് നിങ്ങൾക്കറിയാം. 58ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, നിങ്ങൾക്കറിയാം. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂര് ആണ്. അടുത്തത് IT-യുമായി ബന്ധപ്പെട്ടതാണ്. 1 കിലോബൈറ്റ് എന്ന് പറയും, നിങ്ങൾക്കറിയാം 1024 ബൈറ്റ്സ് ആണ്. ബിറ്റ്സ് എന്ന് എഴുതരുത്, 1024 ബൈറ്റ്സ് ആണ് 1 കിലോബൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത താഴെ പറയുന്നതിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? മോസില്ല ഫയർഫോക്സ് ആണ് ഓപ്പൺ സോഴ്സ്. അതൊരു ബ്രൗസറും കൂടിയാണ്, ഓപ്പൺ സോഴ്സ് ബ്രൗസറും കൂടിയാണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മോസില്ല ഫയർഫോക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം IT ആക്ട് 2000 ആണ്, അത് അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. 2008 അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമമാണ് IT ആക്ട് 2000, അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആരാണ് WWW കണ്ടുപിടിച്ചതെന്നാണ്, വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് ചോദിച്ച ഓപ്ഷൻ സി ആണ്, ടിം ബേർണേഴ്സ് ലീ ആണ് WWW കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ 63-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, പാൻ ആണ്. പേഴ്സണൽ ആക്സസ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, പേഴ്സണൽ നെറ്റ്വർക്ക് ആണ്, പാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 64-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025 നിങ്ങൾക്കറിയാം, നിങ്ങൾ കറണ്ട് അഫേഴ്സ് വിഭാഗത്തിലൊക്കെ പഠിച്ചാണ്. 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ അഖിൽ പി ധർമ്മജനാണ്, ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇന്ത്യയുടെ 52-ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റതാണ്. ഇപ്പോൾ 53-ാമതാണ് സൂര്യകാന്ത്, ജസ്റ്റിസ് സൂര്യകാന്ത് എന്നുള്ളത്. ഇവിടെ 65-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 52-ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് BR ഗവായി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 66-ാമത് 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏതുതരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടല്ലാത്തത് എന്നാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, നിങ്ങൾക്കറിയാം അത് ഓപ്ഷൻ എന്താണ്, എ ആണ്. വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ 66-ന്റെ ഉത്തരം വകുപ്പ് 8 പ്രകാരം വെളിപ്പെടുത്തേണ്ടാത്തത് ഓപ്ഷൻ എ ആണ്. 66-ന്റെ ഉത്തരം എ ആണ്. അടുത്തത് 67-ലേക്ക് പോകുമ്പോൾ പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗികാതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്ര വർഷം എന്നാണ്? 5 വർഷമാണ്. ഓർത്തിരിക്കുക, 5 വർഷമാണ് ഏറ്റവും കുറഞ്ഞ. പോക്സോ ആക്ട് 2012 പ്രകാരം വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ 5 വർഷമാണ്. 68-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് അമെൻഡ് ചെയ്തതാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമ വകുപ്പ് 34 പ്രകാരം 1 കോടി രൂപ വരെയുള്ള മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളെയോ ബന്ധപ്പെട്ട പരാതികൾ നമുക്ക് ജില്ലാ കമ്മീഷനിൽ സമർപ്പിക്കാനായിട്ട് പറ്റും. 68-ാമത്തതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് 69 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ബി ആണ്, മജിസ്ട്രേറ്റിനാണ് അത് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുക. അടുത്തത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്
ഓപ്ഷൻ ഡി ആണ്. ഇവിടെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗമല്ലാത്ത ആരെയും ശിക്ഷിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 71 തൊട്ട് മാത്സ് ആണ്. മാത്സിലെ 71 ഉത്തരം വരുന്നത് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കണം. 5:6 എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ക്ലോക്കിലെ പ്രതിബിംബം 72 ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? നമ്മളൊക്കെ അതിനെ കാൽക്കുലേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 72 ഉത്തരം 12:45 ആണ് അല്ലെ. 11:60 നിന്ന് 11:15 കുറയ്ക്കുമ്പോൾ നമുക്ക് 45 കിട്ടും അല്ലെ. 0.45 കിട്ടും. ഓക്കെ, അത് 12:45 ആണ്. അടുത്ത 73 ക്വസ്റ്റ്യൻ. 2025 ജൂലൈ 8 ചൊവ്വാഴ്ച ആണെങ്കിൽ 95 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും എന്നാണ്. ഓപ്ഷൻ എ ആണ്, ശനിയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്ത 74 0, 26, 124, 342, 728 എന്ന ശ്രേണിയിലെ അടുത്ത പദം എന്നാണ്. 74 ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, 1330 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോയി കഴിഞ്ഞാലോ, ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ വരിയായി നിർത്തിയിരിക്കുന്നു. വരിയിൽ ആകെ 50 കുട്ടികളുണ്ട്. അതിൽ അനു മുമ്പിൽ നിന്ന് 10-മതും വിനു പിന്നിൽ നിന്ന് 34-മതുമാണ്. ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ്. ഓപ്ഷൻ സി ആണ്, 75 ഉത്തരം 6 കുട്ടികളാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ജോലി എയും ബി ഒരുമിച്ച് ചെയ്തു തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ എങ്കിൽ എ തനിച്ച് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ ഉത്തരം എന്ന് പറയുന്ന ഉത്തരം എ ആണ്. ഓപ്ഷൻ എ ആണ്, 76 ഉത്തരം ഓപ്ഷൻ എ 40 ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിന്റെ വികർണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം 1352 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അയാൾ ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്ന. ഓപ്ഷൻ ഡി ആണ്, 26 എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അടുത്തത് 200 മീറ്റർ ഓട്ട മത്സരത്തിൽ എ 45 സെക്കൻഡിലും ബി 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കി. ഈ ഓട്ടത്തിൽ എ ബിയെ എത്ര സെക്കൻഡ് മുന്നിൽ ജയിക്കും എന്നാണ് ചോദ്യം. 78 ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, 5 സെക്കൻഡ് മുന്നിൽ ജയിക്കും എന്നുള്ളതാണ്. അടുത്തത്. ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ ആണ്, 25% ഡിസ്കൗണ്ട് കിട്ടിയ. അടുത്ത 80 ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കണം. അതായത് 10�3 മൈനസ് 7�3 ഭാഗം 10�2 പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ എന്നുള്ളത് ബോർഡ് മാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ഉത്തരം എന്ന് പറയുന്നത് 80 ആൻസർ ബി ആണ്, ഉത്തരം 3 ആണ് കിട്ടുന്നത്. അടുത്തത് 81 ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് 81 തൊട്ട് 90 മുതൽ വരെയുള്ള ഇംഗ്ലീഷ് ആണ്. 90 വരെയുള്ളത് ഇംഗ്ലീഷ് ആണ്. 81 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹി സെർച്ച് ഡാഷ് ദ റിംഗ് എവരിവെയർ എന്നാണ്. ഉത്തരം 4 ആണ്. നിങ്ങൾക്കറിയാം, ഹി സെർച്ച്ഡ് ഫോർ ദ റിംഗ് എവരി വെയർ എന്നുള്ളതാണ്. 82 ക്വസ്റ്റ്യൻ. അവർ സ്കൂൾ ടീം ഡാഷ് ദ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇയർ എന്നാണ് അല്ലെ. ലാസ്റ്റ് ഇയർ വരുമ്പോൾ 1 ആണ്. എന്താണ്? അവർ സ്കൂൾ ടീം വൺ ദ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ്. 83 ക്വസ്റ്റ്യൻ. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗാണ് ആറിന്റെ ദേ എന്നാണ് അല്ലെ. ആറിന്റെ ദേ എന്നുള്ളതാണ്. നെഗറ്റീവ് ഇല്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ നെഗറ്റീവ് ചേർത്ത് എഴുതും. പോസിറ്റീവ് സെന്റൻസ് ആണെന്നൊക്കെ അറിയാം. അടുത്തത് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നതിൽ പാസീവ് ഫോം എഴുതാനാണ്. പീപ്പിൾ വിൽ സപ്പോർട്ട് അസ് എന്നുള്ളതിന്റെ പാസീവ് ഫോം ഓപ്ഷൻ ബി ആണ്. വി വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 85 ക്വസ്റ്റ്യൻ. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ കാർ ഷീ ഡാഷ് ദ സ്റ്റേഷൻ ഇൻ ദ ടൈം എന്നുള്ളതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വുഡ് ഹാവ് റീച്ച്ഡ് എന്ന്. ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ ഇൻ ടൈം എന്നുള്ളതാണ്. അടുത്തത് റിജിഡിന്റെ അന്റോണിയം എഴുതാനാണ്. ഫ്ലെക്സിബിൾ ആണ്. ഓപ്ഷൻ ബി ആണ്. റിജിഡിന്റെ അന്റോണിയം ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് റിജിഡിന്റെ ഫ്ലെക്സിബിൾ ആണ്. അടുത്തത് 87 മൈ സിസ്റ്റർ ട്രൈസ് ടു ഡാഷ് സം മണി എവരി മന്ത് സെറ്റ് എസൈഡ് എന്നുള്ളതാണ്. 87 ക്വസ്റ്റ്യന്റെ ആൻസർ സെറ്റ് എസൈഡ് എന്നുള്ളതാണ്. അടുത്തത് ഫ്രിവലസ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിമാണ്. സെയിം ആയിട്ട് മീനിങ് വരുന്ന സിനോണിം എഴുതാണ്. ഓപ്ഷൻ ഡി ആണ്. സില്ലി ആണ് ഫ്രിവലസിന്റെ സിനോണിം. അടുത്തത്
ദ മസ്കുലിൻ ജെൻഡർ ഓഫ് വിച്ചിന്റെ മസ്കുലിൻ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ വരുന്നത് വിസാഡ് ആണ്. ഓപ്ഷൻ ബി ആണ്, വിസാഡ് ആണ് വിച്ചിന്റെ മസ്കുലിൻ ജെൻഡർ. അടുത്തത് വൺ ടാക്കിംഗ് എ ലോട്ട്, അതായത് ഇതിന്റെ വൺ വേർഡ് എഴുതാനാണ്. വൺ ടാക്കിംഗ് എലോട്ട് എന്നുള്ളതിന്റെ വൺ വേർഡ് എന്ന് പറയുന്നത് 90ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൊക്കേഷ്യസ് എന്നുള്ളതാണ്. ലൊക്കേഷ്യസ് ആണ് വൺ ടാക്കിംഗ് എലോട്ട് എന്നുള്ളതിന്റെ വൺ വേർഡ്, ലൊക്കേഷ്യസ് എന്നുള്ളതാണ്. അടുത്തത് മലയാളമാണ്. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നിങ്ങൾക്കറിയാം, അനുകൂലമാകുക എന്നുള്ളതാണ് പകിട 12 വീഴുക എന്നുള്ളത്. ശരിയായ പദം തന്നിരിക്കുന്നതിൽ തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ സി ആണ്, അനാസ്ഥയാണ് ഇതിന് ശരിയായിട്ടുള്ള പദം, അക്ഷരത്തെറ്റില്ലാത്ത പദം. അടുത്ത 93ാമത്തത് പിരിച്ചെഴുതാനാണ്. സ്വാധീനം പിരിച്ചെഴുതുമ്പോൾ സ്വ അധികം അധീനമാണ്. നിങ്ങൾക്കറിയാം, സ്വ അധികം അധീനം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് തരുണൻ. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, തരുണൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം തരുണിയാണ്. ഓപ്ഷൻ ഡി ആണ് തരുണൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് തത്തയുടെ പര്യായമല്ലാത്തത്. നോക്കി, എവിടെ എ പരഭൃതം തന്നിട്ടുണ്ട്, ബി കീരം തന്നിട്ടുണ്ട്, സി ശുഖം തന്നിട്ടുണ്ട്, ഡി ശാരിക തന്നിട്ടുണ്ട്. തത്തയുടെ പര്യായ പദം അല്ലാതെ നിങ്ങൾക്കറിയാം പരഭൃതമാണ്. പരഭൃതം എന്ന് പറയുന്നത് കുയിലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 95ന്റെ ഉത്തരം എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഐഹികം എന്നതിന്റെ വിപരീത പദം കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെയാണ്. പാരത്രികമാണ് ഐഹികം എന്നതിന്റെ വിപരീത പദം എന്ന് പറയുന്നത്. അത്യധികം ആപത്ത് ചേർത്തെഴുതുമ്പോൾ അത്യാപത്താണെന്നറിയാം. ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. പക്ഷികള്, നടികള്, വീട്ടുകാർ, മാൻകിടാങ്ങൾ. അതിനകത്ത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? നടികളാണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അടുത്തത് 99ാമത്തെ ഹർഷത്തോടു കൂടി ഒറ്റപ്പദം എഴുതുക. നിങ്ങൾക്കറിയാം സഹർഷമാണ്. 99ന്റെ ആൻസർ സി ആണ്, സഹർഷമാണ്. ഹർഷത്തോടു കൂടി ഒറ്റപ്പദമാക്കാനായിട്ട് സഹർഷം. അടുത്ത ശരിയായ വാക്യം ഏതെന്നുള്ളതാണ്. അപ്പോൾ ഈ 4 വാക്യം വായിക്കുമ്പോഴും മനസ്സിലാവും. ഒന്നാമത്തെ വാക്യം ചില വാക്കുകൾക്ക് അർത്ഥ പരിമാണം വന്ന് ചേർന്നിട്ടുണ്ട് എന്നാണ്. പരിമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് എന്നാണെന്ന് അറിയാം അല്ലെ. പരിണാമമാണ് യഥാർത്ഥത്തിൽ വന്നത്. ശരിയായതിന്. അടുത്തത് ഓപ്ഷൻ ബി, ഏകയും ഒറ്റപ്പെട്ടവളുമായാണ് ഞാൻ യാത്ര ചെയ്തിരിക്കുന്നത്. ഏകയും ഒറ്റപ്പെട്ടതെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സി നോക്കിയ തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശമായ കേരളത്തിന്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. അതാണ് ശരിയായിട്ടുള്ള വാക്യം. 4ാമത് തെറ്റാണ്. ആ പുസ്തകം എടുക്കരുതെന്ന് ഞാൻ വീണ്ടും അവനോട് ആവർത്തിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വളരെ അത്യാവശ്യം എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും എഴുതാൻ കരുതി എന്ന് തോന്നുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ പല ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി റിയുടെ 3ാം ഘട്ടത്തിന്റെയും മെയിൻസിന്റെയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ എക്സാമിനേഷനൊക്കെ ജൂണിലൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.